ലോകം ഒരു നേതാവിനായി കാത്തിരിക്കുന്നു. അന്ത്യകാലത്ത് ഉയരാൻ പോകുന്ന ആ ശബ്ദം രാഷ്ട്രങ്ങളെ വഞ്ചിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും തന്നെ ദൈവമായി കണ്ട് ആരാധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ലോകം തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് തിരുവെഴുത്തുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവികമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഭൂമി മുഴുവൻ പിന്തുടരും. ചിലർ അവനെ മൃഗമെന്ന് വിളിക്കുന്നു, ചിലർ അവനെ അന്തിക്രിസ്തു എന്ന് വിളിക്കുന്നു, പലരും ലൂസിഫർ എന്ന പേര് പറയുന്നു. എന്നാൽ ആ പേരിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്നും ആ പേര് ബൈബിളിൽ ഉണ്ടോ എന്ന് പോലും ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ. അവൻ ആരാണ്? അവൻ എവിടെ നിന്നാണ് വന്നത്? വെളിച്ചത്തിന്റെ ഒരു മാലാഖയെ എങ്ങനെയാണ് ഇരുട്ടിന്റെ അധിപനായത്? അവന്റെ കഥ എങ്ങനെ അവസാനിക്കും? വരൂ, നമുക്ക് കണ്ടു മനസ്സിലാക്കാം സാത്താന്റെ സൃഷ്ടി മുതൽ അവന്റെ അവസാനം വരെയുള്ള കാര്യങ്ങൾ. ഐതിഹ്യങ്ങളോ സിദ്ധാന്തങ്ങളോ അല്ല, മറിച്ച് തിരുവെഴുത്തുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ. Stories that shine, truth that grows. Welcome to Joy Seeds. വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്നേഹവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനിയും ഇതുപോലുള്ള ബൈബിൾ അധിഷ്ഠിത വീഡിയോസ് ചെയ്യുവാനായി ഞങ്ങൾക്കതൊരു പ്രചോദനമാകും. അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ വീഡിയോ അങ്ങനെയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള എല്ലാ പിന്തുണയ്ക്കും നന്ദി. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ്, ഏദനിൽ ആദ്യമായി സൂര്യൻ പ്രകാശിക്കുന്നതിന് മുമ്പ്, തന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ വസിക്കുവാൻ വേണ്ടി കർത്താവായ ദൈവം ശക്തരും മഹത്വമുള്ളവരുമായ ചിലവയെ സൃഷ്ടിച്ചു. അവയിൽ സൗന്ദര്യത്തിലും ജ്ഞാനത്തിലും മറ്റുള്ളവരെക്കാൾ മുന്നിട്ട് നിന്ന ഒരാളുണ്ടായിരുന്നു. പൂർണ്ണതയോടെയാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത്. തിരുവെഴുത്ത് അദ്ദേഹത്തെ ജ്ഞാനവും അതിശയിപ്പിക്കുന്ന തേജസ്സും നിറഞ്ഞ പൂർണ്ണതയുടെ മുദ്രയായി വിശേഷിപ്പിക്കുന്നു. അവന്റെ രൂപം വിലയേറിയ കല്ലുകൾ പോലെ തിളങ്ങി. അവനു വേണ്ടി തയ്യാറാക്കിയ പണി മറ്റേതൊരു സൃഷ്ടിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. നീ മാതൃകാമുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേധകം, സൂര്യകാന്തം, നീലകല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്തനാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അവന്റെ ഹൃദയത്തിൽ അഹങ്കാരം ജനിച്ചു. അവൻ അവന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു. അവന്റെ ജ്ഞാനത്തിൽ അഹങ്കരിച്ചു. താൻ എല്ലാവരിലും ഉയർന്നവൻ എന്ന മിഥ്യാധാരണ അവന്റെ ഉള്ളിൽ വളർന്നു. ഞാൻ സ്വർഗത്തിൽ കയറും. എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. എന്നാൽ ഒരു സൃഷ്ടിക്കും സൃഷ്ടാവിനേക്കാൾ ഉയരാൻ കഴിയില്ല. അഹങ്കാരം അവനിൽ പ്രവേശിച്ച നിമിഷം അവനിൽ ഒരിക്കലുണ്ടായിരുന്ന പൂർണ്ണതയിൽ നിന്ന് വീണു. അവന്റെ ഹൃദയം അവനെ സൃഷ്ടിച്ചവനിൽ നിന്നകന്നു. ഒരിക്കൽ ദൈവത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിച്ചിരുന്ന സൗന്ദര്യം ദൈവത്തിനെതിരെ മത്സരിക്കുന്നവനായി മാറി. പിന്നെ സ്വർഗത്തിൽ ഒരു വലിയ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. മിഖായേലും സൈന്യവും ലൂസിഫറിനും അവനെ അനുഗമിച്ച ദൂതന്മാർക്കുമെതിരെ എഴുന്നേറ്റു. വെളിച്ചത്തിനും
ഇരുട്ടിനും ഇടയ്ക്ക് നടന്ന ആ യുദ്ധത്തിൽ സാത്താന് പിടിച്ചു നിൽക്കാനായില്ല. അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഒരു മിന്നൽ പിണർ പോലെ അവനെ തന്റെ ദൂതന്മാരോടൊപ്പം താഴെ ഭൂമിയിലേക്ക് എറിഞ്ഞു. ഒരിക്കൽ സ്വർഗത്തിലെ അഭിഷിപ്ത കാവൽക്കാരനായിരുന്നവർ ഇപ്പോൾ വീണുപോയിരിക്കുന്നു. സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളോരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. കാലം കടന്നുപോയി. ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. പുരുഷനെയും സ്ത്രീയെയും ഏദൻ എന്ന തോട്ടത്തിലാക്കി. പക്ഷേ സ്വർഗത്തിൽ നിന്നും വീണുപോയവനും അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ തന്ത്രശാലിയായ ഒരു സർപ്പമായിട്ട് ഹവ്വയെ സമീപിച്ചു. ദൈവത്തിൻ്റെ വാക്കുകൾ വളച്ചൊടിച്ച് അവളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളൊരു ചോദ്യത്തോടെയാണ് അവൻ ഹവ്വയോട് സംസാരിച്ചത്. ദൈവം ശരിക്കും പറഞ്ഞിട്ടുണ്ടോ, തോട്ടത്തിലെ ഒരു മരത്തിൽ നിന്നും നിങ്ങൾ തിന്നരുത് എന്ന്? തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും മരിക്കുകയില്ല. നിങ്ങൾ അതിൽ നിന്ന് തിന്നുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെയാകുമെന്നും ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തെപ്പോലെ ആകുമെന്ന വഞ്ചനാപരമായ വാഗ്ദാനത്തിലൂടെ അവൻ മനുഷ്യരാശിയെ അനുസരണക്കേടിലേക്ക് നയിച്ചു. പാപം ലോകത്തിൽ പ്രവേശിച്ചു, അതോടൊപ്പം മരണവും വന്നു. എന്നാൽ ദൈവം ഒരു വാഗ്ദാനവും നൽകി. ഒരു ദിവസം സ്ത്രീയുടെ സന്തതികളിൽ ഒരാൾ സർപ്പത്തിന്റെ തല തകർക്കും. സർപ്പം അവന്റെ കുതികാൽ തകർക്കുമെങ്കിലും അവസാനത്തെ പ്രഹരം വഞ്ചകനായ അവനെതിരെ തന്നെ ആയിരിക്കും. അവൻ വീണുപോയെങ്കിലും ചില സമയങ്ങളിൽ അവന് സ്വർഗീയ സദസ്സുകളിൽ പ്രവേശനമുണ്ടായിരുന്നുവെന്ന് തിരുവെഴുത്ത് കാണിക്കുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സാത്താനും അവരുടെ ഇടയിൽ വന്നു. ആരെ കുറ്റപ്പെടുത്തണമെന്ന് അന്വേഷിച്ചുകൊണ്ട് അവൻ ഭൂമിയിൽ അലഞ്ഞു. ദൈവത്തിന്റെ നീതിമാനായ ദാസനായ ഇയ്യോബ് എന്ന മനുഷ്യനെ അവൻ തിരഞ്ഞെടുത്തു. അവന്റെ മേലുള്ള നിന്റെ അനുഗ്രഹങ്ങൾ എടുത്തുകളയുക, അവൻ നിന്നെ ശപിക്കും എന്ന് സാത്താൻ ദൈവത്തോട് പറഞ്ഞു. എന്നാൽ തന്റെ ദൈവത്തോടുള്ള സ്നേഹം തന്റെ സൗഭാഗ്യങ്ങൾക്കാട്ടിലും ആഴമേറിയതാണെന്ന് തെളിയിച്ചുകൊണ്ട് ഇയ്യോബ് വിശ്വസ്തനായി തുടർന്നു. ഇയ്യോബിന്റെ ജീവിതകഥ മുൻപ് ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പ്രവാചകനായ സെക്കരിയാവിന്റെ ദർശനത്തിൽ മഹാപുരോഹിതനായ യോശുവയുടെ വലതുഭാഗത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് കുറ്റം വിധിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സാത്താന്റെ ശബ്ദം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ കർത്താവ് അവനെ ശാസിച്ചു. ഇതിലൂടെ സാത്താൻ ദൈവജനത്തിന്റെ പരീക്ഷകനും വഞ്ചകനും കുറ്റാരോപകനുമായി പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമായി. എന്നാൽ പിന്നീട് സാത്താൻ ഏറ്റവും ഭയപ്പെട്ട നിമിഷം വന്നു. ദൈവപുത്രൻ ഭൂമിയിൽ വന്നു. മരുഭൂമിയിൽ സാത്താൻ പലവിധ പ്രലോഭനവുമായി യേശുവിനെ സമീപിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കൂ. നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക. കാരണം നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നീ വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും ഞാൻ നിനക്കു തരാം. എന്നാൽ ഓരോ തവണയും യേശു ദൈവവചനത്താൽ ഉത്തരം നൽകി. മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ. പിശാച് അവനെ വിട്ടുപോയി. ആ നിമിഷം മുതൽ യേശു പോയിടത്തെല്ലാം സാത്താന്റെ പ്രവൃത്തികൾ നശിപ്പിക്കപ്പെട്ടു. ഭൂതങ്ങൾ ഓടിപ്പോയി.
അടിച്ചമർത്തപ്പെട്ടവർ സ്വതന്ത്രരായി. അസത്യം തുറന്നുകാട്ടപ്പെട്ടു. സത്യം എക്കാലത്തെയും പോലെ തിളങ്ങി. ദൈവത്തിന്റെ പദ്ധതി മുന്നോട്ടു പോയ കൂടെ തന്നെ സാത്താൻ തന്റെ പ്രവൃത്തികളും തുടർന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അവൻ യൂദാസിന്റെ ഹൃദയത്തിൽ കടന്നു. സുവിശേഷത്തിന്റെ സത്യം കാണുന്നതിൽ നിന്ന് അവൻ മനസ്സുകളെ അന്ധമാക്കുന്നു. ദൈവവചനം അറിയുന്നതിനും വളരുന്നതിനും മുമ്പ് അവൻ ഹൃദയങ്ങളിൽ നിന്ന് അത് തട്ടിയെടുക്കുന്നു. വഞ്ചിക്കാൻ വേണ്ടി അവൻ വെളിച്ചതുന്നന്റെ വേഷം ധരിക്കുന്നു. ആരെ വിഴുങ്ങണമെല്ല അന്വേഷിച്ചുകൊണ്ട് അവൻ അലറുന്ന സിംഹത്തെപ്പോലെ ചുറ്റി നടക്കുന്നു. രാജാക്കന്മാരുടെ രാജാവ് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനു മുമ്പ് ലോകം മഹാപീഡന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിരിക്കും. സമാധാനവും ഐക്യവും വാഗ്ദാനം ചെയ്യുന്ന ശക്തനായ ഒരു ലോക നേതാവ് ഉയർന്നുവരും. രാഷ്ട്രീയ അരാജകത്വത്തിൽ നിന്ന് ഉയർന്നു വന്ന അയാൾ രാഷ്ട്രങ്ങളുടെയും സൈന്യങ്ങളുടെയും മേൽ നിയന്ത്രണം നേടും. തുടക്കത്തിൽ അവൻ ജ്ഞാനിയും ആകർഷകത്വമുള്ളവനും ബഹുമാന്യനുമായി കാണപ്പെടും. ലോകം അവനെ നോക്കി അത്ഭുതപ്പെടും. എന്നാൽ താമസിയാതെ അവൻ സാത്താന്റെ അധികാരത്താൽ നിറഞ്ഞ ഒരു മൃഗമായി ലോകത്തിനു മുമ്പിൽ വെളിപ്പെടും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവന്റെ ഭരണത്തിന് കീഴിൽ വരും. എല്ലാ ആളുകളും തന്നെ ആരാധിക്കണമെന്ന് അവൻ ആവശ്യപ്പെടും. അവനോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി നിൽക്കും. ഒരു കള്ളപ്രവാചകൻ, വഞ്ചകനായ ഒരു ആത്മീയ നേതാവ്. മനുഷ്യർ കാൺകിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുന്നത് പോലുള്ള വലിയ അടയാളങ്ങൾ അയാൾ പ്രവർത്തിക്കും. വഞ്ചനയിലൂടെയും ശക്തിയിലൂടെയും അവൻ ആളുകളോട് മൃഗമെന്ന് വിശേഷിപ്പിക്കുന്ന അന്തിക്രിസ്തുവിനെ ആരാധിക്കാനും അവരുടെ വലത് കൈയിലോ നെറ്റിയിലോ ഒരു മുദ്ര സ്വീകരിക്കാനും കൽപ്പിക്കും. മൃഗത്തിന്റെ മുദ്രയില്ലാതെ ആർക്കും അന്ന് വാങ്ങാനോ വിൽക്കാനോ കഴിയില്ല. മൃഗത്തെ ആരാധിക്കാൻ വിസമ്മതിക്കുന്ന വിശ്വാസികൾ പീഡനവും മരണവും അനുഭവിക്കും. ലോകം കൂടുതൽ ഇരുണ്ടുപോകുകയും ദൈവത്തിനെതിരായ മത്സരം കൊണ്ട് നിറയുകയും ചെയ്യും. കുഞ്ഞാടിനെതിരെ, യേശുക്രിസ്തുവിനെതിരെ, യെരുശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ അയാൾ ഭൂമിയിലെ രാജാക്കന്മാരെയും അവരുടെ സൈന്യങ്ങളെയും കൂട്ടിച്ചേർക്കും. രാഷ്ട്രങ്ങൾ ഹർമഗദ്യോൻ എന്നറിയപ്പെടുന്ന വലിയ യുദ്ധക്കളത്തിലേക്ക് ചുവടുവയ്ക്കും. പിന്നെ സ്വർഗം തുറന്നു. ക്രിസ്തു ഒരു വെള്ളക്കുതിരപ്പുറത്ത് മടങ്ങിവരും. മഹത്വത്തിൽ വസ്ത്രം ധരിച്ച് സ്വർഗത്തിലെ സൈന്യങ്ങൾ അവനെ അനുഗമിക്കുന്നു. അവന്റെ കണ്ണുകൾ ജ്വലിക്കുന്ന അഗ്നി പോലെയാണ്. അവന്റെ വായിൽ നിന്ന് ന്യായവിധിയുടെ മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഇരുട്ടിന്റെ എല്ലാ ശക്തിയും അവന്റെ മുമ്പിൽ വിറയ്ക്കുന്നു. ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ സാത്താന്റെ സൈന്യങ്ങളെ കീഴടക്കുന്നു. ഒരു യുദ്ധത്തിനും അവനെ എതിരി നിൽക്കാൻ കഴിയില്ല. ക്രിസ്തു മഹത്വത്തിൽ മടങ്ങിയെത്തിയ ശേഷം അന്തിക്രിസ്തുവിന്റെയും അവന്റെ കള്ളപ്രവാചകന്റെയും മേൽ ന്യായവിധി നടപ്പിലാക്കപ്പെടും. അവരെ ജീവനോടെ തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞുകളയും. സാത്താനെ പിടികൂടി ചങ്ങലകളിൽ ബന്ധിച്ച് അഗാധമായ ഒരു തടവറയിലേക്ക്, അതായത് ജനതകളെ ഇനി വഞ്ചിക്കാൻ കഴിയാത്ത ഒരാഴത്തിലുള്ള തടവറയിലേക്ക് എറിയും. 1000 വർഷത്തേക്ക് അവൻ അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കും. ക്രിസ്തു നീതിയോടും സമാധാനത്തോടും കൂടി ഭൂമിയിൽ വാഴുകയും വിശുദ്ധന്മാർ അവനോടൊപ്പം വാഴുകയും ചെയ്യും. എന്നാൽ 1000 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ സാത്താൻ ഒരു ചെറിയ കാലയളവിലേക്ക് മോചിപ്പിക്കപ്പെടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ വിശുദ്ധ നഗരത്തിനെതിരെ ഒരു അന്തിമ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. ഒടുവിൽ വഞ്ചകനായ പിശാചിനെ എന്നേക്കുമായി രാവും പകലും ദണ്ഡിക്കപ്പെടേണ്ടതിനു വേണ്ടി അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും ഇരിക്കുന്ന തീപ്പൊയ്കയിലേക്ക് എറിയുന്നു. സൗഭാഗ്യങ്ങളിൽ നിന്ന് നാശത്തിലേക്ക്, സൗന്ദര്യത്തിൽ നിന്ന് അഹങ്കാരത്തിലേക്ക്, സ്വർഗത്തിൽ നിന്ന് നിത്യനരകമെന്ന അന്തിമ വിധിയിലേക്ക്. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവത്തിന്റെ ശക്തിയുടെയും നീതിയുടെയും വിജയത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ്
പ്രഭാത നക്ഷത്രം എന്നർത്ഥം വരുന്ന ലൂസിഫർ എന്ന സാത്താന്റെ കഥ.